പതിറ്റാണ്ടുകളായി മനുഷ്യശബ്ദം മങ്ങിപ്പോയ ഒരു ഗ്രാമം. പൂച്ചകൾ മാത്രം തെരുവുകൾ ഭരിക്കുന്ന, കൽഭിത്തികൾക്കിടയിൽ നിശബ്ദത തളം കെട്ടി നിൽക്കുന്ന ഒരിടം. കഴിഞ്ഞ 30 വർഷമായി ഇവിടെ ഒരു കുഞ്ഞു പോലും ജനിച്ചിട്ടില്ല. എന്നാൽ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഇപ്പോൾ അവിടെ ഒരു കരച്ചിൽ കേൾക്കുന്നു. ലാറ ബുസി ട്രാബുക്കോ എന്ന 9 മാസം പ്രായമുള്ള പെൺകുഞ്ഞിന്റെ ശബ്ദം. ലോകമാധ്യമങ്ങൾ മുഴുവൻ ഇപ്പോൾ ഈ ഗ്രാമത്തെയും ഈ കുഞ്ഞിനെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇറ്റലിയിലെ അബ്രൂസോ പർവ്വതനിരകൾക്ക് മുകളിൽ പഗ്ലിയാര ദെയ് മാർസി എന്ന ചെറിയ ഗ്രാമത്തിലാണ് ഈ അത്ഭുതം സംഭവിച്ചിരിക്കുന്നത്. ആകെ 20ഓളം ആളുകൾ മാത്രം താമസിക്കുന്ന ഈ ഗ്രാമത്തിൽ ലാറയുടെ ജനനം ഒരു വലിയ ആഘോഷം തന്നെയാണ്. അവളുടെ മാമോദിസ ചടങ്ങ് നടന്നപ്പോൾ ഗ്രാമവാസികൾ മുഴുവൻ ആ പള്ളിയിൽ ഒത്തുകൂടി. വാർദ്ധക്യത്തിന്റെ നിഴലിലായിരുന്ന ഒരു ഗ്രാമത്തിന് ലാറ ഇപ്പോൾ വെറും ഒരു കുഞ്ഞല്ല, മറിച്ച് ജീവന്റെയും പ്രതീക്ഷയുടെയും അടയാളമാണ്. ഗ്രാമത്തിലെ മേയർ ഗ്യൂസെപ്പിന പെറോസി പറയുന്നത്, നഷ്ടപ്പെട്ടു പോയ ഒരു തലമുറയെ തിരിച്ചു പിടിക്കാനുള്ള തുടക്കമാകട്ടെ ഈ ജനനം എന്നാണ്. എന്തുകൊണ്ടാണ് ഈ സംഭവം ഇത്രയധികം ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്? ഇതിന് പിന്നിൽ ഇറ്റലി നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. ഇറ്റലിയിലെ ജനന നിരക്ക് ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. 2024 വെറും 3.7 ലക്ഷം കുട്ടികൾ മാത്രമാണ് അവിടെ ജനിച്ചത്. യൂറോപ്യൻ യൂണിയനിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫെർട്ടിലിറ്റി നിരക്കുള്ള രാജ്യങ്ങളിലൊന്നായി ഇറ്റലി മാറിക്കഴിഞ്ഞു. വിദ്യാലയങ്ങൾ പൂട്ടുന്നു, ജനസംഖ്യ അതിവേഗം വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്നു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഇതിനെ ജനസംഖ്യയുടെ ശൈത്യകാലം എന്നാണ് വിശേഷിപ്പിച്ചത്. ലാറയുടെ മാതാപിതാക്കളായ സിൻസിയ ട്രാബുക്കോയും പൗലോ ബുസിയും നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി ശാന്തമായ അന്തരീക്ഷത്തിൽ കുഞ്ഞിനെ വളർത്താനാണ് ഈ ഗ്രാമത്തിലേക്ക് എത്തിയത്. സർക്കാർ നൽകുന്ന ബേബി ബോണസ് പോലുള്ള ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും അതൊന്നും മതിയാകുന്നില്ല എന്ന് അവർ ഓർമ്മിപ്പിക്കുന്നു. ശരിയായ ശിശു സംരക്ഷണ സംവിധാനങ്ങളോ സ്കൂളുകളോ ജോലി ചെയ്യുന്ന അമ്മമാർക്ക് പിന്തുണയോ ഇല്ലാത്തതാണ് ഇറ്റലിയിലെ കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് വയ്ക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഉയർന്ന നികുതി നൽകുമ്പോഴും കുടുംബങ്ങൾക്ക് ലഭിക്കേണ്ട അടിസ്ഥാന സേവനങ്ങൾ ഇന്നും അവിടെ ചോദ്യചിഹ്നമായി തുടരുന്നു. പഗ്ലിയാര ദെയ് മാർസിയിലെ തെരുവുകളിൽ ഇപ്പോൾ പൂച്ചകൾക്കൊപ്പം ലാറയുടെ കളിച്ചിരികളും ഉയരുന്നുണ്ട്. ലാറയെ കാണാൻ വേണ്ടി മാത്രം ദൂരദേശങ്ങളിൽ നിന്ന് ആളുകൾ ഈ ഗ്രാമത്തിലേക്ക് എത്തുന്നു. വംശനാശത്തിന്റെ വക്കിലെത്തിയ ഒരു ഗ്രാമത്തിന് ഈ കുഞ്ഞ് നൽകുന്ന വലിയൊരു ഉണർവ് തന്നെയാണ്. പണം നൽകി ജനസംഖ്യ കൂട്ടുന്നതിനേക്കാൾ ഒരു തലമുറയെ വളർത്താൻ സുരക്ഷിതവും സൗകര്യപ്രദവുമായ സാഹചര്യം ഒരുക്കുകയാണ് വേണ്ടതെന്ന വലിയ പാഠം ലാറയുടെ ജനനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.